നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാമനപുരം കളിച്ചോട് ഒരു വയസ്സുകാരി പവിത്രയുടെ മരണം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. കുഞ്ഞിനെ താൻ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ അശ്വതി വെഞ്ഞാറമൂട് പോലീസിനോട് സമ്മതിച്ചു. തുണി ഉപയോഗിച്ച കഴുത്തിൽ മുറുക്കിയാണ് കൊലപാതകം നടത്തിയത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തുണി വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. റിമാൻഡ് ചെയ്ത അശ്വതിയെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇവർ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. കുഞ്ഞിനുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഓട്ടിസം ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയവുമാണ് അശ്വതിയെ കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. ഏറെ നാളായി തീവ്രമായ വിഷാദ രോഗത്തിന് ഇവർ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ 12-ാം തീയതിയാണ് നാടിഞ്ഞു നടുക്കിയ ഈ സംഭവം നടന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഫാനിൽ തൂങ്ങി മരിക്കാൻ അശ്വതി ശ്രമിച്ചെങ്കിലും ഫാൻ തകർന്നു വീണതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. മുൻപും ഒന്നിലധികം തവണ ഇവർ ജീവനൊടുക്കാൻ ശ്രമിച്ചതായിരുന്നു പോലീസ് പറയുന്നു. ഇന്നലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ മേശയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ചിരുന്ന വിഷദ്രാവകം കുടിക്കാൻ അശ്വതി ശ്രമിച്ചു. ഇത് പിടിച്ചു വാങ്ങിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അശ്വതിയുടെ അമ്മ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കട്ടിലിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വാമനപുരത്തെ വീട്ടിലെത്തിച്ച കുഞ്ഞ് പവിത്രയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ഭർത്താവ് സുഭാഷിന്റെ നാടായ പറങ്ങോട് മീനാങ്കല്ലിൽ സംസ്കരിച്ചു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഒരമ്മ തന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും വാമനപുരം ഗ്രാമം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കണിച്ചോട് സ്വദേശികളായ അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയാണ് കൊല്ലപ്പെട്ടത്. വാമനപുരത്ത് ഒരു വയസ്സുകാരി പവിത്രയെ അമ്മ അശ്വതി കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ആസൂത്രിതമായി എന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിനെ കഴുത്തുനെരിച്ചും ശ്വാസം മുടിച്ചും കൊലപ്പെടുത്തിയതായാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. പറങ്ങോട് മീനാങ്കല്ലിലെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു അശ്വതി 3 ദിവസം മുൻപും താമസിച്ചിരുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ ക്ഷേത്ര ദർശനത്തിന് പോയ ഒഴിവിലായിരുന്നു ഈ യാത്ര. സംഭവ ദിവസം വൈകിട്ട് അശ്വതിയുടെ അമ്മ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ കുഞ്ഞ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. പവിത്ര ഉറങ്ങുകയാണെന്നാണ് അമ്മ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ എത്ര വിളിച്ചിട്ടും പ്രതികരണമില്ലാതെ വന്നതോടുകൂടി പരിഭ്രാന്തരായ വീട്ടുകാർ ബന്ധുക്കളെ വിവരം അറിയിച്ചു. ഉടൻ കാരേറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലും കണ്ട പാടുകളാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നാടിഞ്ഞു നടുക്കിയ കൊലപാതക വിവരം പുറത്തുവന്നത്. അശ്വതിക്ക് 8 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട്. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതു മുതൽ അശ്വതി ആരോടും സംസാരിക്കാറില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കടുത്ത മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ഇവർക്ക് കുഞ്ഞിനോട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. കഴിഞ്ഞ ദിവസം തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കെയാണ് ഈ ക്രൂരത നടന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി GP മഹേഷ് IPSന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ DYSP സന്തോഷ് കുമാർ, പാങ്ങോട് SHO ജിനേഷ്, വെഞ്ഞാറമൂട് SI സജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.